ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത മാസം 9, 11 ആണെന്ന് തോന്നുന്നു ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. ഈ ഒരു വേളയിൽ കുൽസിതങ്ങൾ ചർച്ച ചെയ്യപ്പെടണം. എന്റെ ഇഷ്ടം നീ തിരിച്ചറിയുന്നുണ്ടെന്ന് അറിയാം. എന്നെ ഒഴിവാക്കല്ലേ തമ്പ്രാനെ, പറ്റാണ്ടായിരിക്കണോ, എനിക്ക് വയ്യണ്ടായി. ശുഷ്കാന്തി ഉദ്ധരിക്കപ്പെടണം എന്നുള്ള ഒരു ചിന്താഗതിക്കാരനാണ് ഞാൻ. ഇവിടെ കോൺഗ്രസിൻ്റെ 2026 ആണ്ടിലെ ഭരണഭാവി നമുക്ക് ഏകദേശം ഒരു ധാരണയായി. ഇവിടെ കോൺഗ്രസ്സിലെ രാഹുൽ മാങ്കൂട്ടം, യുവ നേതാവായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഉദാഹരണശേഷിയും ബീജസമർപ്പണവും ഇതൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ കോൺഗ്രസിൻ്റെ വേർതിരിവ് സ്പഷ്ടമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രമേശ് ചെന്നിത്തലയുടെ ഭാഗം ഒന്ന്, VD സതീശൻ്റെ ഭാഗം ഒന്ന്, മുതിർന്ന നേതാവായിട്ടുള്ള സുധാകരൻ്റെ സ്റ്റാൻഡ് ഒന്ന്, വേറൊന്ന്, ഇതിൻ്റെ എല്ലാം നടുക്ക് നിൽക്കുന്ന KPCC പ്രസിഡൻറ്റിൻ്റെ അഭിപ്രായം. VD സതീശനും രമേശ് ചെന്നിത്തലയും ഏറെക്കുറെ KPCC പ്രസിഡൻറ്റും ഈ ഒരു യുവ നേതാവിനെ അങ്ങ് കൊന്നുകളയാമെന്നുള്ളൊരു ചിന്തയാണ് അല്ലേ? കാര്യം VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും ഉയർന്നു വരുന്ന ഒരു യുവ നേതാവ് അവർക്കൊരു ഭീഷണിയാണെന്നുള്ള ഒരു ചിന്താഗതി ഉണ്ട്. 100 വർഷവും ഈ കോൺഗ്രസിനെ ഭരിക്കാമെന്നുള്ള ഒരു ചിന്തയാണ് ഇവർക്കുള്ളത്. കാര്യം എന്താണ്? ഈ മാങ്കൂട്ടത്തിനെതിരെ ഒരു അലിഗേഷൻ വരുന്നു, വെറും ഒരു അലിഗേഷൻ മാത്രമാണ് അല്ലേ? അപ്പോൾ VD സതീശൻ ഒരു തീരുമാനമെടുക്കുന്നു, കോൺഗ്രസ് രാഷ്ട്രീയമാണ്, അതുകൊണ്ട് ഞാൻ കോൺഗ്രസ്സുകാരനായിട്ടുള്ള അദ്ദേഹത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. കോൺഗ്രസ് എപ്പോഴും അങ്ങനെയാണ്. എൻ്റെ പൊന്നു സതീശൻ നേതാവേ, സതീശൻ നേതാവ് ആരാന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലേ? സതീശൻ നേതാവ് ഒരു ബാങ്ക് ബിസിനസ് നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ KPCCയിലേക്കും അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്കും വന്നത് കോൺഗ്രസിൻ്റെ അധോഗതിയാണ് എന്നുള്ളൊരു ചിന്താഗതിക്കാരനാണ് ഞാൻ. അപ്പോൾ സതീശൻ നേതാവ് പറയുന്നു, കോൺഗ്രസ് രാഷ്ട്രീയക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിനെ ഞാൻ സസ്പെൻഡ് ചെയ്യുന്നു. സതീശൻ നേതാവിനോടൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. ഞാനൊരു കോൺഗ്രസ് അനുഭാവിയൊന്നും അല്ല, എന്നാലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെ നശിച്ചു പോകുമ്പോൾ, ഒരു വ്യക്തിയുടെ അടിസ്ഥാനത്തിൽ നശിച്ചു പോകുമ്പോൾ സങ്കടമുണ്ട്. ഇതുപോലെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവും കൊണ്ട് നശിച്ചു പോവുക. അതുപോലെ തന്നെയാണ് കോൺഗ്രസ് പാർട്ടി ഈ VD സതീശൻ കാരണം നശിച്ചു പോവുക എന്നുള്ളത്. ഒരു അലിഗേഷൻ വരുമ്പോൾ അത് ആ അലിഗേഷനിൽപ്പെട്ട ആ ഒരു നേതാവ് എങ്ങനെയാണ് നിയമത്തിൻ്റെ മുമ്പിൽ കാണപ്പെടുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം സസ്പെൻഡ് ചെയ്യാൻ. അങ്ങനെ ഒരു ചിന്താഗതിക്കാരനാണ് ഞാൻ. അങ്ങനെ ഒരു അലിഗേഷൻ ഒരു റേപ്പ് കേസാണെന്ന് വെച്ചു. ആ ഒരു കേസ് വന്നപ്പോൾ അതിനകത്ത് FIR മിനിമം ഇട്ടിരുന്നെങ്കിൽ ഇദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യാം. ഇത് വെറും ഒരു അലിഗേഷൻ്റെ പുറത്ത് ഈ നേതാവിനെ സസ്പെൻഡ് ചെയ്യേണ്ട അടിസ്ഥാനം, അല്ലെങ്കിൽ ഈ നേതാവ് ഒരു MLA ആണെന്ന് ആലോചിക്കണം, ഈ ഒരു യുവ നേതാവിനെ സസ്പെൻഡ് ചെയ്തതിൻ്റെ അടിസ്ഥാനം, ഇതിൻ്റെ ഉൾക്കളി പൂർണ്ണമായിട്ടും സതീശൻ നടത്തിയിട്ടുണ്ടെന്ന് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവരുടെ ആശയം എന്ത് ആയിക്കോട്ടെ, പക്ഷെങ്കിൽ കോൺഗ്രസ് എന്ന ഒരു അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വലിയ കേരളത്തിലുള്ള ഒരു വലിയ പാർട്ടിയാണ്. ഞാൻ കേരളത്തിൽ ഉള്ളതെന്ന് മാത്രം പറയുന്നു, കാര്യം കേന്ദ്രത്തിലൊന്നും കോൺഗ്രസ് വലുതായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പാർട്ടി 2026 ആകുമ്പോഴത്തേന് ഇലക്ഷൻ വരികയാണ്, ഭരണം പിടിച്ചടക്കേണ്ട ഒരു പാർട്ടിയാണ്. അതിൻ്റെ അകത്തെ ഉൾപ്പോര് നമ്മൾ ഈ രാഹുൽ വിഷയത്തിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും. നമുക്ക് നോക്കാം ഈ പറയുന്ന VD സതീശൻ്റെ അഭിപ്രായം എന്താണെന്ന്. ഞങ്ങൾ ഈ കാര്യത്തിൽ വളരെ ക്ലിയർ അല്ലേ? അത് പ്രതിപക്ഷ നേതാവ് എടുത്ത നിലപാടല്ലല്ലോ, പാർട്ടി നേതൃത്വം യുനാനിമസായി ഏകകണ്ഠമായി എടുത്തൊരു തീരുമാനമാണ്. പിന്നെ നിങ്ങളിപ്പോൾ ഈ ചോദ്യം എന്ന് പറയുന്നത് ഒരേ കാര്യത്തിന് 2 പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റുമോ? രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായം എന്താണ്? അത് പ്രവർത്തിപ്പിക്കുന്നത് ശരിയുമല്ല. കാരണം ഈ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് പാർട്ടി നടപടി സ്വീകരിച്ചു, പാർട്ടിയിലില്ല. പാർലമെൻ്ററി പാർട്ടി നടപടി സ്വീകരിച്ചു, പാർലമെൻ്ററി പാർട്ടിയിലില്ല. അപ്പോൾ അതുകൊണ്ട് പാർട്ടിയുടെ നയം ഈ കാര്യത്തിൽ വളരെ വ്യക്തമാണ്. അദ്ദേഹം പാർട്ടിയുടെ ഒരു ഘടകത്തിലും ഇപ്പോൾ പ്രവർത്തിക്കേണ്ട ഒരാളല്ല. പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അത് തീരുമാനിക്കും. ഒരു തവണ പോലും ഒരു വ്യക്തി പോലും അദ്ദേഹത്തെ തിരിച്ചെടുക്കണമെന്നോ ഞങ്ങളോട് ആരും ആവശ്യപ്പെട്ടിട്ടില്ല.
KPCC നേതാവിൻ്റെ അഭിപ്രായം എന്തെന്ന്, സുധാകരൻ്റെ അഭിപ്രായം എന്തെന്ന്. ഇതിനെ പ്രധാന നേതാക്കൾ ആ അഭിപ്രായം ഞാൻ അതിനകത്ത് നിൽക്കുകയാണ്. അവൻ നന്നാവണം, മാറണം, മനസ്സ് മാറണം, ജീവിതശൈലി മാറ്റണം എന്ന്. പക്ഷേ അവനെ പോലത്തെ രാഷ്ട്രീയക്കാരനെ തകർക്കാനും നശിപ്പിക്കാനും നിൽക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാനുമായി ഡിസ്കസ് ചെയ്തിട്ടില്ല, ഞാൻ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. ആരും പരാതി കൊടുക്കാത്തതിനാൽ സസ്പെൻഷൻ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടു പോകേണ്ടെന്ന് ഒരു വിഭാഗം നേതാക്കൾ. KPCC വക്താവ് അല്ലെങ്കിൽ KPCC നേതാവ് രാഹുലിനെ തള്ളി പറയുന്നുമില്ല, എന്നാൽ രാഹുലിൻ്റെ സൈഡും പറയുന്നില്ല. VD സതീശനും പ്രത്യേകിച്ചും രമേശ് ചെന്നിത്തല കട്ടയ്ക്ക് രാഹുലിൻ്റെ എതിരെ നിൽക്കുകയാണ്. അപ്പോൾ ഇവരുടെ അഭിപ്രായം രാഹുൽ ഇപ്പോഴേ FIR ഇട്ട മട്ടാണ്. ഒരു രാഷ്ട്രീയ കക്ഷിയെ സംബന്ധിച്ചോളം അത് നല്ല ഒരു ഇടപാടാണോ എന്നുള്ളൊരു ചിന്താഗതി എനിക്കുണ്ട്. മറിച്ച് ഇതൊരു കമ്മ്യൂണിസ്റ്റ് സമുച്ചയത്തിൽ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിലായി നടന്നെങ്കിൽ അവർ കട്ടയ്ക്ക് പാർട്ടിയുടെ കേന്ദ്രങ്ങളും അല്ലെങ്കിൽ കേരള ഘടകവും കട്ടയ്ക്ക് അവരുടെ MLAയുടെ കൂടെ നിൽക്കും. അപ്പോൾ ഇങ്ങനെ വരും അടുത്ത വർഷമൊന്നും വേണ്ട, ഒരു 2-3 മാസം കൂടെ കഴിഞ്ഞാൽ ഇലക്ഷൻ വരിക. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊരു അടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഭാവി അധോഗതി തന്നെയാണ്. അപ്പോൾ വേറൊരു കാര്യം നമുക്ക് പറയാനുള്ളത്, കോൺഗ്രസിൻ്റെ സംഘടനാ ബലത്തിൻ്റെ ശോഷണമാണ് നമ്മൾ കാണാൻ പോകുന്നത്. കാര്യം എന്താണ്? ഒരു പാർട്ടിയുടെ ഒരു സ്ഥാനത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഒരു കക്ഷിയെ അല്ലെങ്കിൽ ഒരു നേതാവിനെ പാർട്ടി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അദ്ദേഹത്തിന് പാർട്ടി പരിപാടികളിലും അദ്ദേഹത്തിന് ഒരു പാർട്ടി പരിപാടിയും ഹോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലേ? പങ്കെടുക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന് ഒരു പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല. അദ്ദേഹം പാർട്ടിയുടെ ബേസിൽ ഒരു പരിപാടി കോർഡിനേറ്റ് ചെയ്യാനും പറ്റത്തില്ല. ഇത് തന്നെയല്ലേ വേണ്ടത്? അപ്പോൾ സംഘടനാ സെറ്റപ്പ് അല്ലെങ്കിൽ KPCCയുടെ പവറിനെ അടിസ്ഥാനമാക്കിയിരിക്കും ഈ ഒരു കാര്യം നടപ്പാവുകയോ ഇല്ലയോ എന്നുള്ളത്. കൃത്യമായിട്ടും രാഹുൽ മാങ്കൂട്ടം ഓടി നടന്ന് പ്രചരണം നടത്തുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്താണ്? KPCCയുടെ ബലം എത്രത്തോളം ഉണ്ടെന്നാണ്. ഇത്രയും ബലമില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാന നേതൃത്വം എങ്ങനെയാണ് അടുത്ത ഒരു നിയമസഭാ ഇലക്ഷനെ സംഘടനാ ബലത്തോടുകൂടി നേരിടുന്നത്? അത് ഭയങ്കര കഷ്ടമാണ്. കാര്യം ഇനിയും ഒരു തുടർ ഭരണം നേരിട്ടുകൊണ്ട് ജനങ്ങളെ കൊല്ലാക്കൊല ചെയ്യരുത് എന്നുള്ളൊരു ചിന്താഗതിക്കാരുണ്ട്. കാര്യം ഞാനൊരു കേരളക്കാരനാണ്, ഞാനും ഈ CPMൻ്റെ അരാജക രാഷ്ട്രീയത്തിൽ പാനപാത്രമാകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇനിയൊരു ഭരണം CPM ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായതിൻ്റെ അടിസ്ഥാനത്തിൽ BJPക്ക് ഒരു സാധ്യത കുറവാണ്. അതുകൊണ്ട് കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ ആശ്വാസം കിട്ടും എന്നുള്ളൊരു ചിന്താഗതിക്കാരനാണ്. മറിച്ച് നമുക്കിനി പറ്റുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് ഒന്ന് നോക്കുകയാണെങ്കിൽ, രാഹുൽ മാങ്കൂട്ടം ലിംഗസമർപ്പണം നടത്തിയിരിക്കുകയാണ്. അവിടെ ഒരു സ്ത്രീയുടെ മേളിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ പക്കൽ ബീജസമർപ്പണം കൊടുത്തിരിക്കുന്നു. അപ്പോൾ ആ സ്ത്രീ വന്ന് മീഡിയയിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലല്ല, പുള്ളിക്കാരത്തിയുടെ ഓഡിയോ ക്ലിപ്പും ചാറ്റും എല്ലാം ലീക്കാകുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് ജനങ്ങളാണ്? സമൂഹ മാധ്യമങ്ങളിലെ ജനങ്ങൾ ഈ ഒരു യുവ നേതാവിനെ ക്രൂശിക്കുന്നു. അപ്പോൾ എന്ത് നടന്നു? ക്രൈംബ്രാഞ്ച് സ്വമേധയാ മാങ്കൂട്ടത്തിനെതിരെ കേസ് ചാർജ് ചെയ്യുന്നു. അപ്പോൾ ഈ കേസ് ചാർജ് ചെയ്യുമ്പോൾ അതിനകത്തൊരു വിക്ടം വേണ്ടേ? വിക്ടത്തിനെ അവർ തന്നെ കൊണ്ടുവരുന്നു. തീർന്നില്ല. ഈ വിക്ടത്തിൻ്റെ മൊഴിയുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ കേസ് നിലനിൽക്കുകയുള്ളൂ. പ്രാഥമികമായിട്ട് FIR ഇടാൻ പറ്റുകയുള്ളൂ. ഈ FIR ഇട്ടാൽ മാത്രമേ ഉള്ളൂ അദ്ദേഹം ഒരു ക്രിമിനൽ പേഴ്സണായിട്ട് പ്രഥമ ദൃഷ്ടിയാൽ കാണാൻ പറ്റുള്ളൂ. അതിനുശേഷം കോടതി പോകണം, അത് വേറെ കാര്യം. പ്രഥമ ദൃഷ്ടിയാൽ ഒരു FIR ഇടുകയാണെങ്കിൽ അദ്ദേഹത്തിനെ ഒരു ക്രിമിനൽ ഒഫൻസ് ചെയ്തു എന്നുള്ള സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വിക്ടത്തിൻ്റെ മൊഴി വേണം. ഈ വിക്ടം സോഷ്യൽ മീഡിയയിൽ പുള്ളിക്കാരത്തിയുടെ വർത്തമാനങ്ങളും പുള്ളിക്കാരത്തിയുടെ ചാറ്റും ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു വ്യക്തത നിയമത്തിൻ്റെ മുമ്പിലില്ല. മറിച്ച് ജനങ്ങളുടെ മുമ്പിൽ എന്താണ് വ്യക്തത? രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു പ്രഗത്ഭനായിട്ടുള്ള
സെലിബ്രിറ്റി ആയിട്ടുള്ള, വാചാലശേഷിയുള്ള, പ്രവർത്തന ശൈലിയുള്ള ഒരു പുരുഷൻ, ഒരു സൗന്ദര്യത്തിൻ്റെ മൂർത്തിഭാവങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത, ആരോഗ്യത്തിൻ്റെ നല്ല ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു പുരുഷൻ, അദ്ദേഹത്തിനെ ഈ ഒരു സ്ത്രീ അത്രമേൽ ഇഷ്ടപ്പെടണമെങ്കിൽ ഒറ്റ കാരണമേ ഉള്ളൂ, അദ്ദേഹത്തിൻ്റെ ഓറ. അപ്പോൾ ആ ഓറ ആ ഒരു വ്യക്തി ആ ഒരു സ്ത്രീയിൽ നിന്നും സ്ത്രീയിലേക്ക് വരാത്തടത്തോളം കാലം ഈ ഒരു സ്ത്രീ കാണിക്കുന്ന ഒരു പ്രവൃത്തി തികച്ചും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. കാര്യം അവൾക്ക് എന്തേലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ, മാനസികവും ശാരീരികവുമായിട്ടുള്ള കുഴപ്പമുണ്ടെങ്കിൽ അവൾ എന്താണ് ചെയ്യേണ്ടത്? അവൾ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക ഈ ഒരു കുൽസിതനെ, അല്ലേ? ഇപ്പം ദേ നമ്മുടെ മുട്ടിൽ മരമുറി ചാനലിലെ അമൈര സിരസ്കൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഒരു പെറ്റീഷൻ ഈ ഒരു സ്ത്രീ കൊടുക്കാൻ പോവുകയാണെന്നുള്ളതാണ്. മുഖ്യമന്ത്രിക്ക് ഒരു പെറ്റീഷൻ കൊടുക്കുക എന്ന് പറയുന്നത്, മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പരമോന്നത നീതിപീഠമല്ല. മുഖ്യമന്ത്രിയുടെ തൊഴിൽ എന്താണ്? ഭരിക്കുക, ഭരണം നടപ്പാക്കുക, അല്ലെങ്കിൽ നിയമം നടപ്പാക്കാൻ വേണ്ടിയുള്ള സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കി കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ നമ്മൾ പോകുന്ന എന്തിനാണ്? നിയമത്തിൻ്റെ വഴികൾ നേരെയാകാതെ വരുമ്പോഴാണ്, അതായത് നിയമം നടപ്പാക്കാത്ത ഒരു സാഹചര്യം വരുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പോകുന്നത്. ശരിയോ, ഇവിടെ ക്രൈംബ്രാഞ്ച് സ്വമേധയാ കേസെടുത്ത് ക്രൈംബ്രാഞ്ചിന് പോലും മുന്നോട്ട് പോകാത്ത ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. എന്താണ് അങ്ങനത്തെ ഒരു സാഹചര്യം വരാൻ കാര്യം? ഈ ഒരു കുട്ടി ആ ക്രൈംബ്രാഞ്ചിന് മൊഴി കൊടുക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തിനാണ്, ആര് പറഞ്ഞു ഈ മുഖ്യമന്ത്രിക്ക് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്? മുഖ്യമന്ത്രിക്ക് കംപ്ലൈൻറ്റ് കൊടുത്താൽ മുഖ്യമന്ത്രി എന്താണ്, രാജാവാണോ? അല്ല. അപ്പോൾ ഇതൊക്കെ ഒരു തരം താന്ന രാഷ്ട്രീയ പ്രവർത്തന ശൈലിയായിട്ടാണ് ഞാൻ കാണുന്നത്, അല്ലെ എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് നമ്മുടെ CPM-ൻ്റെ നേതാവ് ഗോവിന്ദൻ മാഷ് ഒരു നല്ല അഭിപ്രായം പറഞ്ഞു. കാര്യം എന്താണ്? അത് നിയമത്തിൻ്റെ മുമ്പിൽ ആ കുട്ടി വന്നിട്ടില്ല, അപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ പുള്ളി വ്യക്തമായ ഒരു മറുപടിയാണ് കൊടുത്തിരിക്കുന്നത്. നിയമത്തിൻ്റെ മുന്നിൽ ആ കുട്ടി വരുമ്പോൾ, നിയമത്തിൻ്റെ മുമ്പിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുമ്പോൾ, അത് FIR ആകുമ്പോഴാണ് പ്രഥമ ദൃഷ്ടിയാൽ ഒരു വ്യക്തി കുറ്റക്കാരനാവുള്ളൂ. അല്ലാത്ത പക്ഷം യാതൊരു വിധത്തിലും അയാളൊരു കുറ്റക്കാരനല്ല. അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത്? ഇവിടെ കോൺഗ്രസ് നേതാക്കന്മാർ, പ്രായം ചെന്ന കോൺഗ്രസ് നേതാക്കന്മാർ വളർന്നു വരുന്ന യുവ തലമുറയെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള വെറും നീചമായിട്ടുള്ള കളികൾ മാത്രമായിട്ടാണ് എനിക്കതിനെ കാണാൻ പറ്റുള്ളൂ. ഒരു പാർട്ടി ഒരു നേതാവിൻ്റെ ദുർവാശിയാൽ നശിക്കപ്പെട്ടു പോകുന്നത് തികച്ചും ഒരു സങ്കടം നിറഞ്ഞ ഒരു പരിപാടിയാണ്. അതുകൊണ്ട് കോൺഗ്രസിലെ നേതാക്കന്മാർ, അല്ലെങ്കിൽ യുവ നേതാക്കന്മാർ, അല്ലെങ്കിൽ യുവ തലമുറകൾ ഇതിനെ നല്ല രീതിയിൽ നല്ല ഇമ്പോർട്ടൻസോടുകൂടി കണ്ട് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിനെ എത്രയും വേഗം നമ്മുടെ KPCC എന്നല്ല, DCC എന്നല്ല, പ്രാഥമിക അംഗത്വത്തിൽ നിന്നും എടുത്തു കളയുകയാണെങ്കിൽ നമ്മളുടെ കേരളത്തിലെയെങ്കിലും കോൺഗ്രസ് ഭാവി നേരെ പോകുമെന്നാണ് എൻ്റെ ഒരു ചിന്താഗതി.